ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് വന്നിരിക്കുന്നത് തികച്ചും നാച്ചുറലായിട്ടുള്ള ഒരു ആയുർവേദിക് ഫേസ് പാക്കുമായിട്ടാണ്. ചർമ്മത്തെ ബാധിക്കുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കുമുള്ള ആയുർവേദ മരുന്നുകളിൽ തീർച്ചയായും ഉള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് പുതിനയില. നമുക്കിത് വീട്ടിൽ തന്നെ വെച്ചുപിടിപ്പിക്കാവുന്ന ഒന്നാണ്. മിക്കവാറും എല്ലാ ആയുർവേദ ഫേസ് പാക്കുകളിലും അല്ലെങ്കിൽ ഹെർബൽ ഫേസ് പാക്കുകളിലും മോയ്സ്ചറൈസിങ് ക്രീമുകളിലും ക്ലെൻസറുകളിലുമൊക്കെ ഇത് അടങ്ങിയിട്ടുണ്ട്. സൗന്ദര്യ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം പ്രോഡക്റ്റുകൾ വിപണിയിൽ ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നു. ചിലതൊക്കെ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാകുകയും ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇവയെല്ലാം വാങ്ങാറുണ്ടെങ്കിലും പലരും ഇതിൻ്റെയൊക്കെ സൈഡ് ഇഫക്റ്റിനെ കുറിച്ചുള്ള ആദിയിലുമാണ് കഴിയുന്നത്. ഈ ഒരു സന്ദർഭത്തിലാണ് ഓർഗാനിക് ഫേസ് പാക്കുകളുടെ പ്രാധാന്യം. പുതിനയുടെ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് കുറച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ടാകും. വണ്ണം കുറയ്ക്കാനായിട്ട് അതുപോലെ തന്നെ ശരീരത്തിലെ വേദനകൾ ഇല്ലാതാക്കാനും ഒക്കെ വളരെ നല്ലതാണ് പുതിനയില. പുതിനയില ജ്യൂസ് ഇവിടെ ഒത്തിരി പേര് ട്രൈ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അതിൻ്റെ വീഡിയോ കഴിഞ്ഞ ആഴ്ച ഇട്ടിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് പുതിനയില ഉപയോഗിച്ചുള്ള ഫേസ് പാക്കിനെ കുറിച്ച് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ നോക്കാം. ഇത് പുതിനയില നന്നായിട്ട് കഴുകിയ ശേഷം മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മുൾട്ടാണി മിട്ടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പരുവത്തിലാക്കുക. ഇത് നമുക്ക് മുഖത്ത് പുരട്ടാനായിട്ട് ഏറ്റവും നല്ല ടൈം എന്ന് പറയുന്നത് രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ടാണ്. ഏകദേശം 1 മണിക്കൂർ മുമ്പ് ഇത് പുരട്ടുക. 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇത് തണുത്ത വെള്ളം ഉപയോഗിച്ച് സാധാരണ ഫേസ് പാക്കുകൾ കഴുകിക്കളയുന്ന പോലെ തന്നെ നമുക്ക് കഴുകിക്കളയാം. അതിനുശേഷം ഉറങ്ങുമ്പോൾ ചർമ്മത്തിന് നല്ല വിശ്രമം കിട്ടും. അതുപോലെ തന്നെ ശരീരത്തിൽ മാലിന്യങ്ങളൊന്നും ഏൽക്കുന്നില്ല. ഈ ചർമ്മം നല്ല ക്ലിയർ ആയിട്ടിരിക്കും. കരിമംഗലം, കറുത്ത നിറത്തിലുള്ള പാടുകൾ, ബ്രൗൺ നിറത്തിലുള്ള കുത്തുകൾ, കാക്കപ്പുള്ളി, ഇങ്ങനെ ചർമ്മത്തിലുള്ള പലതരത്തിലുള്ള പാടുകളൊക്കെ മാറുവാനായിട്ട് 5 ദിവസം കൂടുമ്പോൾ ഈ പാക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒത്തിരി പേര് പലതരത്തിലുള്ള ചർമ്മത്തിലുള്ള പാടുകളെക്കുറിച്ച് സ്ഥിരമായിട്ട് എന്നോട് പരാതി പറയാറുണ്ട്. അത്തരത്തിലുള്ളവർ പ്രത്യേകം ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അവർക്കിത് ഫലം ചെയ്യുന്ന ഒരു പാക്കാണ്. പിന്നെ മുഖക്കുരു ഉള്ളവർ ഈ മിൻ ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നതിലൂടെ മുഖം നന്നായിട്ട് ക്ലിയർ ആകും. ബ്ലാക്ക് ഹെഡ്സ് ഉള്ളവർക്കും ഇത് പ്രയോജനകരമായിരിക്കും. ബ്ലാക്ക് ഹെഡ്സൊക്കെ പോകാനായിട്ട് ഈ പാക്ക് ഉപയോഗിക്കുന്നതിലൂടെ തീർച്ചയായിട്ടും സാധിക്കും. നമ്മൾ ഇതിനു മുമ്പ് മുഖക്കുരു പോകാനുള്ള ഒരു പാക്ക് പറഞ്ഞു. അത് നിഷാന പറഞ്ഞതുപോലെ ഒരു നാരകത്തിൻ്റെ, കമ്പിളി നാരകത്തിൻ്റെ ഇല ഉപയോഗിച്ചായിരുന്നു ആ ഫേസ് പാക്ക്. പക്ഷേ അതിൻ്റെ ഇല പലർക്കും കിട്ടിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം ഞാൻ പിന്നെ അതിന് പകരമായിട്ട് പറഞ്ഞു കറിവേപ്പില യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പിമ്പിൾസ് വരുന്നവർക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഫേസ് പാക്ക്. മുൾട്ടാണി മിട്ടിക്ക് പകരമായിട്ട് വേണമെങ്കിൽ കുക്കുംബർ യൂസ് ചെയ്യാം. പക്ഷേ ചെറിയ പീസ് മാത്രമേ എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഫേസ് പാക്ക് കൂടുതൽ ലൂസായി പോവും. കാര്യം കുക്കുംബറിൽ ധാരാളം ജലാംശമുള്ളത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഒരല്പം കടലമാവോ അല്ലെങ്കിൽ റൈസ് പൗഡറോ നമുക്കിതിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ല പേസ്റ്റ് പരുവത്തിൽ കിട്ടും. ഈ ഫേസ് പാക്ക് മുഖത്തുള്ള എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ മാറി ചർമ്മം നല്ല ഫ്രഷ് ആകാനായിട്ട് ഇത് യൂസ് ചെയ്യുന്നതിലൂടെ തീർച്ചയായിട്ടും സാധിക്കുന്ന ഒന്നാണ്. പല കാരണങ്ങൾ കൊണ്ടും ചർമ്മം ചൊറിഞ്ഞ് ചുവക്കാറുണ്ട്, അല്ലെങ്കിൽ പാടുകൾ വരാറുണ്ട്. ഈ വേനൽക്കാലത്ത് ചർമ്മരോഗങ്ങൾക്കുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പുതിനയില നമ്മൾക്ക് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് അത് നമുക്ക് തേനുമായിട്ട് മിക്സ് ചെയ്ത് ചൊറിച്ചിലും നിറമാറ്റമുള്ള ഭാഗത്ത് നമുക്ക് പുരട്ടാവുന്നതാണ്. ചർമ്മത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ അകറ്റുവാനും ചർമ്മം നല്ല സോഫ്റ്റ് ആകാനും ഇത് വളരെ നല്ല ഒന്നാണ്. അതുപോലെ തന്നെ ചർമ്മത്തിലെ ഡെഡ് സ്കിൻ അകറ്റാനായിട്ട് പുതിനയില അരച്ചതും നമുക്ക് ഓട്സും കൂടി മിക്സ് ചെയ്ത് നമുക്ക് സ്ക്രബായിട്ട് ഉപയോഗിക്കാം. ഇത് നല്ല ഒന്നാം തരം ഒരു സ്ക്രബാണ്. ചർമ്മത്തിലുള്ള നിർജീവ കോശങ്ങളൊക്കെ നീക്കാനായിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരിക്കൽ സ്ക്രബ് യൂസ് ചെയ്യാം. കറുത്ത പാടുകൾ, കരിമംഗലം, മുഖക്കുരു, ബ്ലാക്ക് ഹെഡ്സ്, മുഖക്കുരു വന്ന പാടുകൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ മിൻറ്റ് ലീവ്സ് നമുക്ക് 2-3 എടുത്ത് അരച്ച ശേഷം റോസ് വാട്ടറിൽ ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് ഡെയിലി പുരട്ടാവുന്നതാണ്.
20 മിനിറ്റിന് ശേഷം അത് കഴുകിക്കളയാം. അതപ്പോൾ പാക്കായിട്ട് ഇടണമെന്നില്ല. ആ മുഖത്തെ ആ പ്രോബ്ലമുള്ള ഭാഗത്ത് മാത്രം പുരട്ടുക. പുതിനയില ചർമ്മത്തിന് മാത്രമല്ല, നമ്മുടെ തലയിലെ അമിതമായിട്ടുണ്ടാകുന്ന എണ്ണമയവും അതുമൂലമുള്ള താരനും അതുപോലെ കാല് വിണ്ടുകീറൽ എന്നിവയ്ക്കെല്ലാം പുതിനയിലയിട്ട് തിളപ്പിച്ച വെള്ളം വളരെ നല്ലതാണ്. നമുക്ക് കാല് വിണ്ടുകീറലുണ്ടെങ്കിൽ ഈ പുതിനയിലയിട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിച്ച് കഴുകുന്നത് അല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കി കാല് വയ്ക്കുന്നത് ഇതൊക്കെ വളരെ നല്ലതാണ്. ഇത്തരം പ്രശ്നങ്ങളൊക്കെ അകറ്റാൻ, ചർമ്മരോഗങ്ങളൊക്കെ അകറ്റാനായിട്ട് നല്ല ഒന്നാണ്. ഇനി പുതിനയില നീര് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില പ്രധാന കാര്യങ്ങൾ പറയും മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. സാധിക്കുന്ന എല്ലാവരും തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പലരും എന്നോട് ചോദിക്കാറുണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ എന്നുള്ളത്. പക്ഷേ എനിക്ക് അതിന് ടൈം കിട്ടാത്തതുകൊണ്ട് സാധിക്കാറില്ല. അതുകൊണ്ട് ഇപ്പോൾ ഫ്രീ ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും ഇതൊന്ന് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും എനിക്ക് കമൻറ്റ് ചെയ്യുക. പുതിനയില ഫേസ് പാക്ക് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് കഴുത്തും മുഖവും ഒക്കെ ഫ്രഷ് വാട്ടർ ഉപയോഗിച്ച് നന്നായിട്ട് കഴുകുക. ക്ലീൻ ചെയ്യാതെ നമ്മൾ ഈ പാക്ക് ഇട്ടാൽ യാതൊരു റിസൾട്ടും കിട്ടത്തില്ല എന്നുള്ള കാര്യം ഓർക്കുക. ചർമ്മത്തിലെ പൊടിയും അതുപോലെ മേക്കപ്പിൻ്റെ ഭാഗങ്ങളും ഒക്കെ പൂർണ്ണമായിട്ട് നീങ്ങണം. അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് കഴുകാൻ പറയുന്നത്. സാധിക്കുമെങ്കിൽ ഇളം ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകിയ ശേഷം ഒരു ടവൽ ഉപയോഗിച്ച് മുഖമൊന്ന് ഒപ്പുക. എന്നിട്ട് നമ്മൾ പാക്ക് ഇടുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ സ്റ്റീം ചെയ്ത ശേഷം പാക്ക് ഇടുന്നതും വളരെ നല്ല റിസൾട്ട് കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ നാച്ചുറൽ ഫേസ് പാക്ക് ട്രൈ ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയല്ലേ? ഇത് ശരിക്കും സ്കിൻ പ്രോബ്ലംസ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് സ്പെഷ്യലായിട്ട് ഞാൻ പറയുകയാണ്. കാരണം ഇത് ഒത്തിരി പേർക്ക് കരിമംഗലം, കറുത്ത പാടുകൾ, മുഖക്കുരുവിൻ്റെ പാടുകൾ, ചിക്കൻ ബോക്സ് വന്ന പാടുകൾ, ഇങ്ങനെ 100 പ്രശ്നങ്ങൾ പറയുന്നവരുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടിയാണ് ഈ സ്പെഷ്യലായിട്ട് ഈ വീഡിയോ. എൻ്റെ ഫേസിൽ ഇത്തരം പ്രശ്നങ്ങൾ കുറവാണെങ്കിലും ഞാനിത് യൂസ് ചെയ്തു. എനിക്ക് ആദ്യം ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെയുള്ള പല ഫേസ് പാക്കുകളും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം എനിക്കിപ്പോൾ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പൂർണ്ണമായിട്ട് മാറി. കാര്യം നമ്മൾ വെയിലത്തൊക്കെ പോകുന്നത് കൊണ്ട് കരിവാളിപ്പും പ്രശ്നങ്ങളൊക്കെ വരാനായിട്ട് ചാൻസ് വളരെയേറെ ഉണ്ട്. പിന്നെ നോർമൽ സ്കിൻ ടൈപ്പുകാർക്ക് സ്കിന്നുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് കുറച്ച് കുറവായിരിക്കും എന്നാണ് എൻ്റെ അനുഭവം, എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. ഈ പാക്ക് ശരിക്കും ഓയിലി സ്കിൻ ഉള്ളവർക്ക് വളരെയേറെ ഗുണകരമായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഉള്ള ചർമ്മമുള്ളവർ പ്രത്യേകം ഇതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളിൽ ആരെങ്കിലും പുതിനയില ഉപയോഗിച്ച് ഫേസ് പാക്ക് അല്ലെങ്കിൽ ബ്യൂട്ടി പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇന്ന് തന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.